തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന യുകാറ്റ് യുവജന മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ യുവജനങ്ങളുമായി സംവദിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയുള്ള തൻ്റെ ഉറച്ച നിലപാടുകളിലൂടെ സഭയുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത അഭിയന്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അഭിയന്യ പിതാവിന് ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ പിതാവിനോട് സംവദിക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ കുന്നോത്ത് ഫൊറോനയിലെ യുവജനങ്ങളാണ്. എല്ലാ പ്രിയ യുവജന സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചായിരുന്നു. ഈ എപ്പിസോഡിലും നാം തുടർന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചാണ്. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? അഖിലിൻ്റെ ചോദ്യം ചോദിക്കാവുന്നതാണ്. പിതാവേ, എൻ്റെ പേര് അഖിലിനാണ്. എൻ്റെ സംശയം, ഈശോ അന്ത്യത്താഴ വേളയിൽ വെച്ചിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എന്നാൽ ഞാൻ മതബോധന ഗ്രന്ഥങ്ങളിലൊക്കെ പഠിച്ചത് കാൽവരിയിലെ ബലിയാണ് വിശുദ്ധ കുർബാന എന്നതാണ്. അന്ത്യത്താഴ വേളയിലെ ബലിയും കാൽവരിയിലെ ബലിയും തമ്മിൽ ഉള്ള ബന്ധം എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? അഖിലിൻ്റെ നല്ല ചോദ്യമായിരുന്നു. അഖിൽ എന്നാ ചെയ്യുന്നേ? ഞാൻ ഓട്ടോമൊബൈൽ പഠിക്കുകയാണ്. എവിടെയാണ് പഠിക്കുന്നത്? ശ്രീകണ്ഠപുരം കോട്ടൂർ ITI പഠിക്കുന്നല്ലേ? ഗുഡ്. അപ്പോൾ അഖിലിജിൻ്റെ ചോദ്യം ഈ പറഞ്ഞ രണ്ട് ബലികളെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഒരു ബലിയേ ഉള്ളൂ, ഈശോയുടെ കാൽവരിയിലെ ബലി. ആ കാൽവരിയിലെ ബലിയെ ഈശോ തലേന്ന് രാത്രിയിൽ തൻ്റെ സ്ലീഹന്മാരുടെ മുൻപിൽ വെച്ച് കൗദാശികമായി അവതരിപ്പിക്കുകയായിരുന്നു. കാൽവരിയിൽ പിറ്റേന്ന് താൻ അർപ്പിക്കാൻ പോകുന്ന ബലിയെ ഈശോ കൗദാശികമായിട്ട് സെഹിയോൻ ശാലയിൽ ആവിഷ്കരിച്ചതാണ് ഈശോയുടെ അന്ത്യത്താഴ്. അന്ത്യത്താഴ വേളയിൽ ഈശോ ചെയ്തത്, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്. അതുതന്നെയാണ് ഈശോ കാൽവരിയിലെ കുരിശിൽ ചെയ്യുന്നത്. അവൻ്റെ ശരീരം അവരെടുത്തു, മുറിച്ചു. പക്ഷേ ആ മുറിവിലൂടെ ഒഴുകിയ തിരുരക്തവും തിരുശരീരവും ചൂണ്ടി ഈശോ പറഞ്ഞു, ഈ ശരീരം വഴി, ഈ രക്തം വഴി നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. വാസ്തവത്തിൽ ഇത് രണ്ടും രണ്ട് കാര്യമല്ല. കാൽവരിയിലെ ബലിയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച രക്തബലി എന്ന് പറയും. അതിനെ രക്തരഹിതമായിട്ട്, എന്നാൽ ആ ഒരു സത്യത്തിൻ്റെ സമ്പൂർണ്ണ സമഗ്രതയിൽ അതിനെ ഈശോ കൗദാശികമായി ആവിഷ്കരിച്ചതാണ് അന്ത്യത്താഴ വേളയിൽ. അതിന് ദൈവശാസ്ത്രം പറയുന്നത് സാക്രമെൻ്റൽ ആൻറ്റിസിപ്പേഷൻ എന്നാണ്. കൗദാശികമായ ഒരു മുന്നാസ്വാദനമാണ് വാസ്തവത്തിൽ ഈ അന്ത്യത്താഴയിൽ വേളയിലെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്ന് പറയുന്നു. ഇത് ഈ ഈശോ പിറ്റേന്ന് കാൽവരിയിലെ കുരിശിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് വെറും ഒരു ചടങ്ങ് മാത്രമായി, ഇത് വെറും ഒരു പ്രതീകം മാത്രമായി അവസാനിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അന്ത്യത്താഴ വേളയിൽ അവിടുന്ന് അപ്പവും വീഞ്ഞും വാഴ്ത്തി തൻ്റെ തിരുശരീര രക്തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് സത്യമായത് എന്ന് ചോദിച്ചാൽ, അത് പിറ്റേന്ന് കാൽവരിയിൽ അവിടുന്ന് സമാനമായി തന്നെ പകുത്ത് നൽകിയതുകൊണ്ട്. അല്പം കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, അന്ത്യത്താഴ വേളയിൽ തുടങ്ങിയ ഈശോയുടെ ബലി പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരിയിലെ കുരിശിലാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് കാര്യമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരേ സത്യം. ഒന്നിനെ കൗദാശികമായി ആവിഷ്കരിക്കുമ്പോൾ മറ്റൊന്ന് സ്വന്തം ശരീരത്തിൽ മുറിവേറ്റ് ചോര വാർന്ന് ഹൃദയം പിളർന്ന് മരിച്ചുകൊണ്ട് ഈശോ ബലി പൂർത്തിയാക്കുകയും. ഈശോ എന്തിനു വേണ്ടിയാണ് ഇത് കൗദാശികമായും കൂടി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ, തൻ്റെ കുരിശുമരണം എന്നത് ചരിത്രത്തിൽ എന്നോ നടന്നുപോയ ഒരു സംഭവമായി ഗതകാല സ്മരണയിൽ മാത്രം നിൽക്കേണ്ടതാണ് എന്ന് ഈശോ വിചാരിക്കുന്നില്ല.
മറിച്ച് രക്ഷാകരമായ ആ ബലി ഓരോ ദിനവും തൻ്റെ മക്കൾ ആസ്വദിക്കണം, അനുഭവിക്കണം, അതിൻ്റെ രക്ഷാകര ഫലങ്ങൾ സ്വന്തമാക്കണം എന്ന് ഈശോ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ പരമമായ ബലിക്ക് ഇങ്ങനെ ഒരു കൗദാശികമായ അനുഷ്ഠാനം കൂടി സ്ഥാപിച്ചത്. അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും നാം ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങൾ വാഴ്ത്തുമ്പോൾ ശരിക്കും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനനം മുതൽ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പിതാവിനോടൊത്തുള്ള അവിടുത്തെ മഹത്വത്തിലെ വാസം, ക്രിസ്തു സംഭവം മുഴുവനും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഓർത്തെടുക്കുക മാത്രമല്ല, അത് അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. സിറോ മലബാർ കുർബാനയിൽ പ്രാർത്ഥനയിൽ ചൊല്ലുന്നതാണ്, അങ്ങയുടെ ദിവ്യപുത്രൻ്റെ രക്ഷാകരമായ മരണത്തെ ഞങ്ങൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും, അല്ലേ? അതുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ഇപ്പോൾ ഈശോ കുരിശേൽ മരിക്കുന്നതിൽ പങ്കുചേരുന്ന അതേ അനുഭവം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാകും. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാനെ പോലെ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ, മഗ്ദലന മറിയത്തെ പോലെ അവർക്ക് കിട്ടിയ അതേ രക്ഷാകര ഫലം പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുന്ന ഓരോ വിശ്വാസിക്കും സംലഭ്യമാകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് യാഥാർത്ഥ്യവും അതിൻ്റെ കൗദാശികമാനവും രണ്ട് കാര്യമല്ല, അതൊന്നു തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും കൗദാശികമാനവും എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമാകും എന്നാണ് അഖിലെ എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമായിട്ട് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ജീവനാഡിയാണ് വിശുദ്ധ കുർബാന എന്നത്. വിശുദ്ധ കുർബാനയിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഈശോയുടെ അന്ത്യത്താഴവും അതുപോലെ കാൽവരിയിലെ ബലിയും, ഇത് രണ്ടും അന്ത്യത്താഴത്തിൻ്റെ തുടർച്ചയാണ് കാൽവരിയിലെ ബലി എന്ന് വളരെ വ്യക്തമായി അഭിനയ പിതാവ് പറഞ്ഞു തന്നു. അഖിലിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ലേ? ഉത്തരം കിട്ടി. വളരെ സന്തോഷം പിതാവേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഏബലിന് ചോദിക്കാവുന്നതാണ്. അഭിമന്യ പിതാവേ, എൻ്റെ പേര് ഏബൽ. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, യേശു ക്രിസ്തു മരണം മുമ്പിൽ കണ്ടപ്പോൾ മരണഭയം അനുഭവിച്ചത് സാധാരണ മനുഷ്യനെ പോലെയാണെന്ന് യൂക്കാറ്റ് 100 സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ മരണഭയം അവിടുത്തെ സമർപ്പണത്തിൻ്റെ ഭാഗമായിരുന്നോ? യെസ്, ഏബേൽ എൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യം. ഈശോ പേടിച്ചായിരുന്നു എന്ന്, അല്ലേ? മരണം മുമ്പിൽ വന്ന് നിന്നാൽ ഏബേൽ പേടിക്കുമോ? പേടിക്കും പിതാവേ. പേടിക്കും. യെസ്. ഇങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ മരണം മുമ്പിൽ വല്ലതും? ഇതുവരെ ഇല്ല. വരാത്തത് കൊണ്ട് പേടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അല്ലേ? ഓക്കെ ഓക്കെ. യെസ്. അപ്പോൾ അത് തന്നെയാണ് ഏബേലെ എൻ്റെ ഉത്തരം. ഏതൊരു മനുഷ്യനും മരണത്തിൻ്റെ മുമ്പിൽ ഒരാശങ്കയുണ്ട്, ഒരു ഭയമുണ്ട്. ഈശോ മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് സുവിശേഷകന്മാർ മരണത്തിൻ്റെ മുമ്പിലുള്ള കർത്താവിൻ്റെ ആശങ്കയെ അവതരിപ്പിക്കുന്നത്. ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു, അല്ലേ? അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനായ ഈശോ മിശിഹായ്ക്ക് മരണത്തിൻ്റെ മുമ്പിൽ താൻ അനുഭവിക്കേണ്ടി വരുന്ന കഠോര വേദനകളെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരാശങ്കയുണ്ട്. അത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച അച്ഛന്മാർ പാടുന്നൊരു പാട്ടുണ്ട്. ദുഃഖവെള്ളിയാഴ്ച നേരത്തും കാലത്തും പള്ളിയിൽ പോയാലേ കേൾക്കുള്ളൂ. ആ കർമ്മത്തിലെ ആദ്യത്തെ പാട്ടാണ് സിറോ മലബാർ ക്രമത്തിൽ. കഴിയുമെങ്കിൽ ഈ പാനപാത്രമൻ പ്രിയദാത മാറ്റിത്തരേണമേ. അതിന് ഈശോ ഇങ്ങനെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് പാടുന്നു. മർത്യപാപങ്ങൾ വന്നുയർന്നൊരു മാമല തീർത്തു നിൽക്കവേ, ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിൽ ആണ്ടുപോയി. അവേലച്ചൻ്റെ അതീവ സുന്ദരമായ വരികളാണ്. ഞാൻ പാട്ടുകാരനല്ലാത്തതുകൊണ്ട് ഞാൻ പാടിയില്ല എന്നേ ഉള്ളൂ. കേട്ടിട്ടുണ്ട് ആ പാട്ടില്ലേ? ഓക്കെ. അപ്പോൾ ആ പാട്ടിൽ പാടുന്നത് പോലെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഭീകരതയാണ് കർത്താവിനെ ഭയപ്പെടുത്തുന്നത്, അല്ലേ? താൻ പരിഹരിക്കേണ്ടത്
എന്തോ ഒരു വലിയ ഭീകരമായ പാപത്തിൻ്റെ പർവ്വതത്തെയാണ്, അല്ലേ? ഒരു വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ബക്കറ്റ് വേസ്റ്റൊക്കെ ആണെങ്കിൽ കോരി മാറ്റുക എളുപ്പമാണ്. ഇത് മല പോലെ കൂടിക്കിടക്കുന്ന വേസ്റ്റാണ്. അതാണ് ആ പാട്ടിനകത്തുള്ളത്. മർത്യപാപങ്ങൾ വന്നുയർന്നൊരു മാമല തീർത്ത് നിൽക്കവേ, ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിലാണ്ടുപോയി. ഈശോയുടെ ഭയം അല്ലെങ്കിൽ ആശങ്ക എന്നത് ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ പറയും, അത് 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, മനുഷ്യപാപത്തിൻ്റെ കഠോരത, അതിൻ്റെ ഭീകരത, അതിൻ്റെ ആധിക്യം, അത് കർത്താവിനെ ആശങ്കപ്പെടുത്തുന്ന വിധം വലുതായിരുന്നു. 2, അതിനുവേണ്ടി താൻ നൽകേണ്ട പരിഹാരം, അതും സമാനതകളില്ലാത്ത വിധം ക്രൂരവും നിന്ദ്യവും ആയ സഹനത്തിൻ്റെ വഴിയാണ് എന്നത്. ഈ 2 കാര്യങ്ങൾ മരണസമയത്ത് ഈശോയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതൊരു മരണഭയം എന്നുള്ളതിനേക്കാൾ ഉപരിയായി താൻ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകേണ്ട വിലയെക്കുറിച്ചുള്ള അവിടുത്തെ ആത്മബോധമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈശോ ആ മരണഭയത്തിൽ ചകിതനായി പോകുന്നില്ല എന്ന് ലൂക്കാ സുവിശേഷത്തിലെ ഗെത്സമനി വിവരണം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 23-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന രംഗം ലൂക്ക അവതരിപ്പിക്കുന്നുണ്ട്. അവൻ്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളികളായി നിലത്ത് വീണു. അതിനിടയിൽ ഈശോ പലവട്ടം എഴുന്നേറ്റ് പോയി അപ്പസ്തോലന്മാരുടെ അടുക്കൽ പോയി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അവന്മാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അല്ലേ? അതും ഈശോയെ ഭാരപ്പെടുത്തുന്നതാണ്. ഈശോയുടെ ആശങ്കയ്ക്കുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് താൻ കടന്നു പോകുന്ന ഈ സഹനത്തിൻ്റെ വഴികളിൽ ഒപ്പം നിൽക്കാൻ തൻ്റെ ശിഷ്യർ പ്രാർത്ഥിച്ച് ശക്തി നേടാത്തതിനെക്കുറിച്ച് ഈശോയ്ക്ക് ആശങ്കയുണ്ട് എന്ന് ആ സുവിശേഷ ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സകല ആശങ്കകളെയും അതിജീവിച്ചുകൊണ്ട് ഈശോ പറയുന്ന എന്താണ്? പിതാവേ, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഈശോ സകല ആശങ്കകളെയും അതിജീവിച്ചുകൊണ്ട് വിജയശ്രീലാളിതനായിട്ടാണ് എഴുന്നേറ്റ് വരുന്ന പ്രാർത്ഥനകൾ. ഈശോയുടേത് അപ്പോൾ കേവലം ഒരു മരണഭീതിയായിരുന്നില്ല, മറിച്ച് താൻ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ള വിചിന്തനവും മാത്രമല്ല, ആ ഭീതിയെ, ആശങ്കയെ കർത്താവ് വിജയശ്രീലാളിതനായി തരണം ചെയ്യുന്നതാണ് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്, ഇല്ലേ? അതുകൊണ്ട് മരണത്തിൻ്റെ മുമ്പിൽ ഭയചകിതനായി നിൽക്കുന്ന ഒരു ഭീരുവായിട്ടല്ല കർത്താവ് വരുന്നത്. അവിടുന്ന് പിതാവിൻ്റെ ഹിതം നിറവേറ്റാനുള്ള സർവശക്തിയോടുകൂടി ഗെത്സമനിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഉടനെ പടയാളികൾ ഈശോയെ പിടിക്കാൻ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം ആ രംഗം എത്രയോ നാടകീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വന്നപ്പോൾ ഈശോ ചോദിക്കുക, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. ഈശോ പറയുന്നത് എന്താ? അത് ഞാൻ തന്നെയാണ്. എന്തൊരു ധീരതയാണ്, ഉദാത്തമായ ധീരത! അത് ഞാൻ തന്നെയാണ് എന്ന് ഈശോ അവരുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞപ്പോൾ അവർ മറിഞ്ഞു വീണു എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് ഈശോ വെളിപ്പെടുത്തുകയാണ്, ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുമ്പോൾ അത് ഹീബ്രുവിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ യാഹ്വേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനാകുന്നു, ഞാൻ ദൈവമാണ് എന്നാണ് ഈശോ വെളിപ്പെടുത്തിയത്. ദൈവം വെളിപ്പെടുത്തിയാൽ മനുഷ്യൻ സാഷ്ടാംഗം വീണുപോകും. തന്നെ കൊല്ലാൻ വന്നവർ, തന്നെ പിടിച്ചു കെട്ടാൻ വന്നവർ പോലും അവൻ്റെ ആ ധൈര്യത്തിന് മുൻപിൽ, അവൻ്റെ ഉദാത്തമായ വെളിപാടിന് മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സുവിശേഷം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോയ്ക്ക് തന്നെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നില്ല,
മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും ആ പാപത്തിന് താൻ ചെയ്യുന്ന പരിഹാരത്തിൻ്റെ രക്ഷാകര ഫലം അനുഭവിക്കുവാൻ മനുഷ്യകുലം ഇനിയും ഒരുങ്ങാത്തതിനെക്കുറിച്ചുമാണ് ഈശോ ആശങ്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ഭയമാണ് മരണഭയം എന്നത്. ഈശോയ്ക്ക് മരണഭയം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് വളരെ വ്യക്തവും ലളിതവുമായി അഭിമന്യ പിതാവ് മറുപടി തന്നു. ഈശോയ്ക്ക് മരണഭയമായിരുന്നില്ല, മറിച്ച് ധീരമായ നിലപാടുകളോടെ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി ഈശോ സ്വയം ജീവിതം അർപ്പിക്കുകയായിരുന്നു. അഭിമന്യ പിതാവ് വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞു തന്നു. അഭിമന്യ പിതാവിന് നന്ദി. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അഞ്ജു ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അഭിമന്യ പിതാവേ, എൻ്റെ പേര് അഞ്ജു. എൻ്റെ ചോദ്യം ഇതാണ്: യേശു കുരിശിൽ വെച്ച് മരണം വരിച്ച് നമ്മെ രക്ഷിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? മാമോദീസ നൽകി നമ്മെ രക്ഷിക്കാമായിരുന്നില്ലേ? യെസ്, അഞ്ജുവിൻ്റേത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്താൽ പോരായിരുന്നു, എന്തിനാണ് ഇത്രയും വളഞ്ഞ വഴിയിൽ കഷ്ടപ്പെട്ടത്? ഇതാണ് അഞ്ജു ചോദിക്കുന്നത്, ഇല്ലേ? അതായത് കുറച്ച് വെള്ളം എടുത്തങ്ങ് തളിച്ചാൽ പോരായിരുന്നു, പ്രശ്നം തീരും. എന്തിനാ ഈ കാൽവരിയിലെ കുരിശേ കയറി ഇത്രയും പെടാപ്പാട് പെട്ടത്? ഇതാണ് അഞ്ജുവിൻ്റെ സഹതാപത്തോടെയുള്ള ചോദ്യം. ഈശോ ഇത്രയും പെടാപ്പാട് പെടേണ്ട വല്ല കാര്യമുണ്ട്? അഞ്ജു, എന്താണ് മാമോദീസ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 6-ാം അധ്യായം മാമോദീസായെക്കുറിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. അതിൽ ശ്ലീഹ പറയുകയാണ്, നാം അവൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുകയാണ് മാമോദീസായി, അല്ലേ? നാം വെള്ളത്തിൽ മുങ്ങി, മാമോദീസ എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റ് വരുന്നത്. ഈശോ ഈ വെള്ളത്തിൽ മുങ്ങുക എന്ന് പറയുന്നത്, ശ്ലീഹ പറയുന്നത് എന്താണ്? ഈശോ മരിച്ച് സംസ്കരിക്കപ്പെടുകയാണ്. മാമോദീസായിൽ അവനോടൊത്ത് മരിച്ച് സംസ്കരിക്കപ്പെട്ട നാം അവനോടൊത്ത് ഉത്ഥാനം ചെയ്തു. വെള്ളത്തിൽ നിന്ന് ഉയർത്തു വരുന്ന എന്താണ്? ഈശോയുടെ ഉത്ഥാനമാണ്. അതായത് ഈ വെള്ളത്തിൽ മുങ്ങുന്നതിനും പൊങ്ങുന്നതിനും ഒക്കെ അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് സംഭവിച്ചിരിക്കണം? കാൽവരിയിലെ കുരിശിൽ അവൻ മരിച്ച് അവൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ നമുക്ക് വഴിയൊരുക്കപ്പെടും. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് സ്വീകരിക്കുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്ന്, അല്ലേ? ഈശോ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഈശോ പറയുകയാണ്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അവൻ സ്വീകരിക്കാൻ പോകുന്ന സ്നാനം ഏതാണ്? കാൽവരിയിലെ കുരിശിൽ സ്വന്തം രക്തം കൊണ്ട് സ്വന്തം ശരീരത്തെ അവൻ സ്നാനപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഭൂമിയിലെ മറ്റെല്ലാ മാമോദീസാകൾക്കും അർത്ഥമുണ്ടായത്. അതുകൊണ്ട് മാമോദീസായിലൂടെയാണ് ഇന്ന് നമ്മൾ രക്ഷയുടെ പാതയിലേക്ക് നയിക്കപ്പെടുന്നത്. അത് സത്യമാണ്. ഇന്ന് നാം ആരും ചോര ചിന്തേണ്ട കാര്യമില്ല. മാമോദീസായിലൂടെ നമുക്ക് കർത്താവ് രക്ഷ നേടിത്തന്നിരിക്കുകയാണ്. പക്ഷേ ആ മാമോദീസ എന്ന വെള്ളത്തിൽ മുങ്ങലിനോ അല്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിക്കുന്ന പ്രക്രിയയ്ക്കോ ആത്യന്തികമായി അർത്ഥം കിട്ടുന്നത് എപ്പോഴാണ്? കർത്താവ് കുരിശേൽ മരിച്ച് ഉത്ഥാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് മാമോദീസായ്ക്ക് അർത്ഥം കിട്ടുന്നത്. വെള്ളത്തിൽ മുങ്ങി പൊങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കുന്നത് ഈ മരണോത്ഥാനത്തിൽ എങ്ങനെയാണ് പങ്കുചേരുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും, അല്ലേ? നെറുകൻ തലയിൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആൾ മുഴുവനായും വെള്ളത്തിൽ മുങ്ങി എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ശൈശവ മാമോദീസ വന്നപ്പോൾ സഭയിൽ വന്നൊരു മാറ്റമാണ് ശിരസിൽ മാത്രം വെള്ളമൊഴിക്കുക. ഒരു 8 വയസ്സുള്ള കൊച്ചിനെ വലിയ തണുത്ത വെള്ളത്തിൽ കൊണ്ട് മുക്കിയേച്ച് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കൊച്ചിന് ജീവൻ തന്നെ പോയെന്നിരിക്കും, അല്ലേ? അതുകൊണ്ട് ഉള്ള ഒരു മുൻകരുതലാണ് ഇപ്രകാരമുള്ള മാമോദീസ. ശിരസിൽ നെറുകന്തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആൾ മുഴുവനായും വെള്ളത്തിൽ മുങ്ങി എന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ചില വിഭാഗം ആളുകൾ പറയാറുണ്ട്, തലയിൽ വെള്ളം ഒഴിക്കുന്നത് മാമോദീസ അല്ല, ശരിക്കും വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ മാത്രമേ മാമോദീസ ആകുള്ളൂ. അല്ല, ആ പ്രവൃത്തിയുടെ ശക്തിയാലല്ല നാം രക്ഷ പ്രാപിക്കുന്നു. യഥാർത്ഥത്തിൽ നാം രക്ഷ പ്രാപിക്കുന്ന ഏതാ? മുങ്ങുന്ന വെള്ളത്തിൻ്റെ ആഴമോ
അതിൻ്റെ തണുപ്പോ അതിൻ്റെ ചൂടോ ഒന്നുമല്ല നമുക്ക് രക്ഷ തരുന്നത്. ജ്ഞാനസ്നാനത്തിലെ രക്ഷയ്ക്ക് നിദാനമായ സത്യം നമ്മുടെ കർത്താവിൻ്റെ കാൽവരിയിലെ കുരിശ് മരണവും അവിടുത്തെ സംസ്കാരവും മൂന്നാം നാളുള്ള ഉത്ഥാനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അഞ്ജുവിൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിച്ചോ? ലഭിച്ചു. പിതാവെ, ഒരു സംശയമുണ്ട്. ഈശോയുടെ മാനുഷികതയായി ബന്ധപ്പെടുത്തി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഉദാഹരണമാണ് ഈശോയ്ക്ക് 12 ശിഷ്യന്മാരിൽ യോഹന്നാനോടായിരുന്നു കുറച്ച് കൂടുതൽ സ്നേഹമെന്നൊക്കെ നമ്മൾ വേദപാഠം പഠിക്കുമ്പോഴാണെങ്കിലും അധ്യാപകർ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഒരു നല്ല നേതാവായിട്ട്, ഒരു നല്ല അധ്യാപകനായിട്ടൊക്കെ ഈശോ എപ്പോഴും അവതരിപ്പിക്കപ്പെടാറുണ്ടല്ലോ. അപ്പോൾ മാനുഷികതയിൽ പോലും ചിന്തിക്കുമ്പോൾ ഈശോ കുറച്ച് കൂടുതൽ സ്നേഹം യോഹന്നാനോട് കാണിക്കുന്നത് മറ്റ് ശിഷ്യന്മാരോടുള്ള ഒരു അനീതിയായിട്ട് എനിക്ക് ചെറുപ്പത്തിലൊക്കെ തോന്നാറുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി പിതാവ് ഒന്ന് സംസാരിക്കാവോ? യെസ്, അത് പലർക്കും തോന്നാറുള്ളൊരു സംശയമാണ്. ഈശോ മിശിഹായ്ക്ക് എങ്ങനെയാണ് ഒരാളോട് പ്രത്യേക സ്നേഹം തോന്നി? ഈശോ അയാളോട് പ്രത്യേക സ്നേഹം കാണിച്ചെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഈശോ എവിടെയെങ്കിലും പറഞ്ഞോ ഇവനാണ് എൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞിട്ടില്ല. പക്ഷെ യോഹന്നാൻ പറയുന്നുണ്ട് അല്ലേ? യോഹന്നാൻ ഈശോയുടെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്, വക്ഷസി ചാരി കിടക്കുന്നുണ്ട്. യോഹന്നാൻ കാൽവരിയിൽ ഈശോ കുരിശെ തറയ്ക്കപ്പെടുന്നവര് ആ ചോട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. യോഹന്നാൻ്റെ വിചാരമാണ് കർത്താവ് എന്നെ അഗാധമായി സ്നേഹിക്കുന്നു, ഞാൻ ഈശോയുടെ പ്രിയ ശിഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ വേണ്ട അടിസ്ഥാന ചിന്തയാണേത്, ഞാൻ ഈശോയുടെ പ്രിയ ശിഷ്യനാണ്. വത്സല ശിഷ്യൻ എന്നുള്ളത് യോഹന്നാൻ തന്നെ വിളിക്കുന്ന പേരാണ്. അതാണ്ട് ഈശോ അവനെ വിളിച്ച പേരല്ല, യോഹന്നാൻ തന്നെ വിളിക്കുന്ന പേരാണ് ഞാൻ ഈശോയുടെ വത്സല ശിഷ്യനാണ്. ഞാൻ വിചാരിക്കുന്നു ഓരോ വിശ്വാസിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന വിചാരവും വികാരവും ഇതുതന്നെയാണ്, ഞാൻ ഈശോയുടെ വത്സല ശിഷ്യനാണ് എന്നുള്ളത്. ഇനി അല്പം കൂടി ചരിത്രപരമായി ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ യോഹന്നാൻ ശ്ലീഹ സെബദി പുത്രന്മാരിൽ ഒരുവനാണ് അല്ലേ? ഈ സെബദി എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അർത്ഥ സഹോദരനാണ്. ദൈവമാതാവിൻ്റെ സഹോദരപുത്രൻ എന്ന രീതിയിൽ ഈശോ മിശിഹായ്ക്ക് ഈ യോഹന്നാൻ എന്ന് പറയുന്നത് കുഞ്ഞനിയനെ പോലെ പ്രിയപ്പെട്ടവനാണ് അല്ലേ? അതായത് അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് യോഹന്നാൻ. സഭാ പാരമ്പര്യം പറയുന്നത് ഈശോ മരിക്കുന്ന സമയത്ത് യോഹന്നാൻ്റെ പ്രായം 13 വയസ്സായിരുന്നു. അതുകൊണ്ടാണ് അവൻ മടിയിലൊക്കെ കയറിയിരിക്കുന്നത്. അല്ലാതെ 60 വയസ്സായ ചേട്ടൻ ഈശോയുടെ മടിയിൽ കയറിയിരിക്കുന്നു ഇല്ല, അത് കൊച്ചായിരുന്നു. ഈ കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അവൻ ഈശോയുടെ കൂടെ ഇങ്ങനെ കയറിപ്പോകാൻ, കാൽവരിയിലെ കുരിശിൽ പോകാനൊന്നും ഒരു തടസ്സവും ഇല്ല. അവനെ പടയാളികൾ അങ്ങനെ പീഡിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. അതുകൊണ്ട് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ ഈ യോഹന്നാനും ഈശോയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒന്ന് ഒരു കുടുംബ ബന്ധമാണ്. ഈശോയുടെ ശിഷ്യനാകുന്നതിന് മുൻപേ അവർ വളരെ അടുത്ത ആത്മബന്ധമുള്ള കുടുംബാംഗങ്ങളാണ് അവർ. അത് യോഹന്നാനെ കുറെ കൂടി സ്വാതന്ത്ര്യം ഈശോയുടെ അടുക്കൽ തോന്നാൻ നിമിത്തമായിട്ടുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഒരുവൻ എപ്പോഴാണ് വത്സല ശിഷ്യനായി തീരുന്നത്? അവൻ്റെ മരണത്തിലും അവൻ്റെ ഒപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുമ്പോഴാണ് ഒരുവൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അല്ലേ? മറ്റ് ശിഷ്യന്മാരൊന്നും വത്സല ശിഷ്യന്മാരാകാഞ്ഞെന്താ? കാര്യത്തോടടുത്തപ്പോൾ അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. അത് വത്സല ശിഷ്യന്മാരുടെ ലക്ഷണമല്ല. ജീവിതത്തിലും മരണത്തിലും കർത്താവിൻ്റെ ഒപ്പം നിൽക്കാൻ പോരുന്ന ആ ധീരത, സ്ഥൈര്യം, അതാണ് ഒരുവനെ വത്സല ശിഷ്യനാക്കുന്നത് എന്ന സത്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കുന്നു. താങ്ക് യു പിതാവേ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയുടെ അടിസ്ഥാനമാണ് ഈശോയുടെ കുരിശിലെ മരണം. കുരിശിലെ സഹനം വഴി ഈശോ മനുഷ്യവംശത്തിൻ്റെ മുഴുവനും രക്ഷ സാധ്യമാക്കി. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അഭിനന്യ പിതാവ് നമുക്ക് പറഞ്ഞു തന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. പുതിയ ചോദ്യങ്ങളും നല്ല ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.